സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനു പിന്നാലെ പരസ്പരം രൂക്ഷ വിമർശനങ്ങളുമായി കമല ഹാരിസും ഡൊണാൾഡ് ട്രംപും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വിദ്വേഷം വിളമ്പിയ വ്യക്തിയും അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്ത വ്യക്തിയും തമ്മിലാണെന്ന് കമല ഹാരിസ് പറഞ്ഞു. എന്നാൽ തൊട്ടതെല്ലാം നശിപ്പിക്കുന്ന ആളാണ് കമല ഹാരിസ് എന്ന് ട്രംപും തിരിച്ചടിച്ചു. അടുത്ത മാസമാണ് കമല ഹാരിസിന്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. ഇതിനിടയിലാണ് ഇരു സ്ഥാനാർത്ഥികളും പരസ്പരം വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വിൻസ്കോസിനിൽ പൊതുപരിപാടിക്കിടെ കമല ഹാരിസ് ട്രംപിനെ രൂക്ഷമായി വിമർശിച്ചു. വിദ്വേഷ പ്രചാരകനും അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്ത വ്യക്തിയും തമ്മിൽ നടക്കുന്ന മത്സരമെന്നാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ കമല ഹാരിസ് വിശേഷിപ്പിച്ചത്. തൊട്ടതെല്ലാം നശിപ്പിക്കുന്ന വ്യക്തിയാണ് കമലയെന്ന് ട്രംപും തിരിച്ചടിച്ചു. സമൂഹ മാധ്യമത്തിലെ കുറിപ്പിലായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ജോ ബൈഡൻ പിന്മാറിയതിനെ തുടർന്നാണ് കമല സ്ഥാനാർത്ഥിയായത്. സ്ഥാനാർത്ഥിത്വത്തിന് ശ്രമിക്കുന്ന മറ്റുള്ള ഡെമോക്രാറ്റുകളെ ബഹുദൂരം പിന്തള്ളി കമല ഏറെ മുന്നിലുമാണ്. നിലവിൽ നടന്ന സർവേകളിൽ കമല രംഗത്തെത്തിയതോടെ വൻതോതിൽ മുന്നേറിയെന്നാണ് സൂചന. 42% ട്രംപിന്റെ ജനപിന്തുണയെങ്കിൽ കമലയുടെ ജനപിന്തുണ 44%. തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ യഥാർത്ഥ ചിത്രം തിരിച്ചറിയാൻ സാധിക്കുകയുമുള്ളൂ. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.